ഇറ്റലിയുടെ തെക്കൻ തീരത്തിനടുത്ത് 2 കുടിയേറ്റ ബോട്ടുകൾ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് 11 പേർ മരിച്ചതായി റിപ്പോർട്ട്. 64 പേരെ കടലിൽ കാണാതായി. ഇതിൽ 26 പേർ കുട്ടികളാണ്. കുടിയേറ്റക്കാരുമായി പുറപ്പെട്ട ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഇറ്റലിയുടെ തെക്കൻ തീരത്ത് നടന്ന 2 വ്യത്യസ്ത ബോട്ട് അപകടങ്ങളിലായാണ് 11 പേർ മരിച്ചത്. 26 കുട്ടികളടക്കം 64 പേരെ കാണാതായി. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയായ UNHCR-ഉം യുനിസെഫും പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറ്റാലിയൻ ദ്വീപായ ലാംപെഡൂസയ്ക്ക് സമീപം തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു ആദ്യത്തെ അപകടം. ലിബിയയിൽ നിന്ന് സിറിയ, ഈജിപ്ത്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരുമായി പുറപ്പെട്ട ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബോട്ടിൽ നിന്ന് 10 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ജർമ്മൻ രക്ഷാപ്രവർത്തക സംഘമായ റെസ്ക്യൂ ഷിപ്പ് അറിയിച്ചു. 51 പേരെ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും ഇവർ എക്സിൽ കുറിച്ചു. അതേസമയം അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ ബോട്ടിൽ ഇറാൻ, സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിരുന്നു. തുർക്കിയിൽ നിന്നും യാത്ര തിരിച്ച് ഈ ബോട്ട് തീപിടിക്കുകയും കീഴ്മേൽ മറിയുകയും ചെയ്യുകയായിരുന്നുവെന്നാണ് UN ഏജൻസികൾ പറയുന്നത്. തെക്കൻ ഇറ്റലിയിലെ കലാബ്രിയൻ തീരത്ത് നിന്ന് 200 കിലോമീറ്റർ അകലെയായിരുന്നു ഈ അപകടം. 64 പേരെ കടലിൽ കാണാതായിട്ടുണ്ടെന്നും 11 പേരെ രക്ഷിച്ചുവെന്നാണ് വിവരം. 2014 മുതൽ 23,500-ലധികം കുടിയേറ്റക്കാർ കടലിൽ വീണ് മരിക്കുകയോ കാണാതാവുകയോ ചെയ്തതായാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24.